അതെനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാർ വേണോ, സുനിൽ പി ഇളയം ഇടം കാണിക്കുന്ന കള്ളം വേണോ എന്നുള്ളത്, അല്ലെങ്കിൽ വ്യാജം വേണോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ കൂടുതൽ അപകടം സംഘപരിവാറാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുനിൽ പി ഇളയിടം കുറച്ച് കള്ളത്തരം കാണിച്ചോട്ടെ എന്നുള്ളതായിരിക്കും. അതെ അതെ അതെ. ഇതിൽ നമ്മൾ ദീപാ നിഷാദ് എന്ന് പറയുന്ന എഴുത്തുകാരി തന്നെ എനിക്ക് അഭിപ്രായമില്ല. ഒരു കവിത അങ്ങനെ തന്നെ മോഷ്ടിച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ എത്ര ആൾക്കാർ അതിനെ പ്രതിരോധിച്ചു, ആ ഒരു അധ്യാപികയെ പ്രതിരോധിച്ചു. അവസാനം തീരെ വയ്യാതെ കൊണ്ടാണല്ലോ വിട്ടത് സംഭവം അത്. അപ്പോൾ മോഷ്ടിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വൃത്തികേട് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് അബദ്ധം പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ സംഘപരിവാറിന് തീർക്കണം എന്ന ഒരു കാഴ്ചപ്പാടിൽ ഇവർ മുന്നോട്ട് പോയി. അതുകൊണ്ട് സംഭവിച്ചതെന്താണ്, നമ്മുടെ ബൗദ്ധിക ലോകം, നമ്മുടെ ബൗദ്ധിക രംഗം അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോയി. നമുക്കൊരു ചർച്ച, ഒരു സംവാദമില്ല. ഒരു ഉദാഹരണം കൂടി പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഈ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഒരു കവി, ഞാൻ ഒരു കവിതാ നിരൂപണം എഴുതുന്ന ഒരാളാണ്. ഒരു 2 വർഷമായിട്ട് പുതിയ കവിതകളെ പഠിച്ചിട്ട് വിശകലനം ചെയ്തുകൊണ്ട് പങ്ക്തി എഴുതുന്ന ഒരാളാണ്. അപ്പോൾ അത് വായിച്ചിട്ടാണ് തോന്നുന്നു ഒരു കവി എന്നെ, പുതിയ കവി എന്നെ വിളിച്ച് പറഞ്ഞു, ഞാനൊരു സമാഹാരം പുറത്തിറക്കുന്നുണ്ട്, അപ്പോൾ ഒരു അവതാരിക വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവതാരിക തരാം, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കവിതാ നിരൂപണ രീതി എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു കവിയോട്. അറിയാം, ഞാൻ വായിക്കാറുണ്ട്, സാറിൻ്റെ വായിക്കാറുണ്ട്, കുറച്ച് രൂക്ഷമാണ്, കാരണം ഞാൻ രൂക്ഷമായ ഭാഷയിലാണ് ഈ കവിതയെക്കുറിച്ച് എഴുതാറുള്ളത്, കാരണം അങ്ങനെയാണ് എൻ്റെ ശൈലി, അതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. കുഴപ്പമില്ല സാർ, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് അവതാരിക എഴുതി കൊടുത്തു. അപ്പോൾ അവതാരികയിൽ പൊതുവെ ഈ പുതിയ കവിതകളുടെ പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നെ അദ്ദേഹം വിളിച്ചു. അവതാരിക എഴുതി കൊടുത്തു, ഞാൻ വിട്ടു. അപ്പോൾ അദ്ദേഹം വിളിച്ചതിനോട് പറഞ്ഞു, സാർ ക്ഷമിക്കണം, ആ അവതാരിക കൊടുക്കാൻ പറ്റിയില്ല, DC ബുക്സാണ് പുറത്തിറക്കിയിട്ടുള്ളത്, അവതാരിക കൊടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. എന്താ കാരണം ചോദിച്ചു. പറഞ്ഞു, സാർ ആ അവതാരികയിൽ കുറേ കവികൾ വിമർശിക്കുന്നുണ്ട്, ആ വിമർശിക്കുന്ന കവികളൊക്കെ തന്നെ ഈ DC ബുക്സിൻ്റെ പ്രസിദ്ധീകരണം വഴി പ്രസിദ്ധീകരിച്ച കവിതകളുണ്ട്, അതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ വിൽപ്പനക്ക് ബാധിക്കും, അതുകൊണ്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നൊരു സന്തോഷം, പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സാഹിത്യ വിമർശനത്തെ പോലും സഹിഷ്ണുതാപരമായി സമീപിക്കാൻ എടുത്ത പുസ്തക ലോകം തയ്യാറല്ല. വിൽപ്പനയാണ് പ്രധാനം. എല്ലാവരും പുകഴ്ത്തുക, എഴുത്തുകാരെ പുകഴ്ത്തുക. വിമർശനം എന്ന് പറയുന്ന ആ ഒരു ജനുസ് തന്നെ നഷ്ടപ്പെട്ടു, സാഹിത്യ വിമർശകർ ഇന്നില്ല. ഇപ്പോൾ ഈ കാലത്ത് എം കൃഷ്ണനായരുണ്ടെങ്കിലും അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തിന് ഒരു വിമർശനം എഴുതാൻ ആർക്കും അവസരം കൊടുക്കില്ല. അദ്ദേഹം എത്രയോ കാലമായിട്ട് സാഹിത്യ വിമർശനം നടത്തി പോകുന്നത് പങ്ക്തികളിലാണ്, മീൻസ് വരികളിലാണ്. ഇന്ന് അങ്ങനെ ഒരു പങ്ക്തി ഒരു മാധ്യമവും കൊടുക്കുന്നില്ല. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും സാഹിത്യ വിമർശനം ആവശ്യമില്ല, കാരണം ഈ പറയുന്ന വിൽപ്പനയൊക്കെ പ്രശ്നമാവും. വിൽപ്പനയാണ് പ്രധാനം, സാഹിത്യമല്ല പ്രധാനം, നിലവാരമല്ല പ്രശ്നം എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സാഹിത്യ ലോകം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കോപ്പിയടി വിവാദവും നിലവാരത്തിൻ്റെ പ്രശ്നവും ഒക്കെ ഉണ്ടാവാൻ കാരണം സാഹിത്യ വിമർശനം ഇവിടെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഇപ്പോൾ അഴീക്കോടിൻ്റെ കാലത്ത്, KP കാലത്ത്, രാധാകൃഷ്ണൻ അദ്ദേഹം എഴുതിയിരുന്ന കാലഘട്ടത്തിൽ ഒക്കെ തന്നെ സാഹിത്യ വിമർശനത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതില്ല. ഇന്ന് ആരാണുള്ളത്? സാഹിത്യ വിമർശനത്തിൽ കൃത്യമായിട്ട് മുഖം നോക്കാതെ പറയുന്ന എഴുതുന്ന എത്ര പേരുണ്ട്? ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ സാഹിത്യത്തിൻ്റെ ലോകം, മീൻസ് കഥയായാലും കവിതയായാലും ഇത്രമാത്രം നിലവാരം കുറഞ്ഞു പോകാൻ കാരണം. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. ഈ അടുത്ത കാലത്ത് ഒരു നോവൽ, വളരെ പ്രസിദ്ധമായ നോവലാണ് തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന ഈ സന്തോഷ് കുമാർ നോവൽ. സന്തോഷ് കുമാർ നല്ല കഥാകൃത്താണ്, മികച്ച കഥാകൃത്താണ്, ഒരു സംശയമൊക്കെ കാര്യത്തിലില്ല. പക്ഷെ അദ്ദേഹം ഈ നോവലിൽ മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. ഈ നോവൽ വാസ്തവത്തിൽ അഭയാർത്ഥികളുടെ പ്രശ്നം അവതരിപ്പിക്കുന്നു എന്ന വ്യാജേന ഒരു വ്യക്തിയുടെ കഥ അവതരിപ്പിക്കുന്ന ഒരു നോവലാണത്. പക്ഷേ അദ്ദേഹം അഭയാർത്ഥികളെ മുന്നിൽ വെച്ചു. അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറയുന്നത് ഒരു കൗതുകവും ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ ആഗ്രഹവും ഉണ്ടാകും. അത് വെച്ചാണ് വായനക്കാർ വായിച്ചു തുടങ്ങുക. പക്ഷേ അത് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വകാര്യമായ കഥയായിട്ട് മാത്രം ഇത് ചുരുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ചുരുങ്ങൽ ഒരിക്കലും ആ നോവൽ വായിക്കുമെന്ന് നമുക്ക് തോന്നില്ല. കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള നറേഷനാണ് ഇവിടെയുള്ളത്. ആ നറേഷനിൽ ഈ സൈന്ധവ ലിപി തൊട്ട് നമ്മുടെ കോഡ് ഡീകോഡ് ഭാഷയിലാണ് നോവൽ എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡ് ഭാഷ ഉപയോഗിക്കുക, ഡീകോഡ് ചെയ്യുക, അങ്ങനെയുള്ളൊരു പ്രത്യേക ഒരു നറേഷനിൽ വെച്ചിട്ടാണ് നോവൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നറേഷൻ കണ്ടുകൊണ്ട് നമ്മൾ ആ നോവൽ വായിക്കുമ്പോൾ ഇതെന്തോ വലിയ മഹാസംഭവമാണെന്ന് തോന്നിപ്പോവും. പക്ഷേ വാസ്തവത്തിൽ ആ നോവലിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് 80കളിലൊക്കെ നമ്മൾ പറഞ്ഞു വെച്ച ഈ എന്ന് പറയേണ്ടത് നമ്മൾ രക്തബന്ധമുണ്ടല്ലോ, ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ദുരൂഹത അനാവരണം ചെയ്യുന്ന നോവലാണത്.
അതേ ഉള്ളൂ സംഭവം അത്. പക്ഷേ ഈ നറേഷൻ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വാസ്തവത്തിൽ സത്യാന്തരകാലത്തിലെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണുകയാണത്. ഒരു വ്യാജമായ കാര്യമായിട്ട് വെച്ചിട്ട് ഒറിജിനലാണ് ധരിപ്പിച്ചിട്ട് വായനക്കാരുണ്ട് വായിപ്പിച്ചു. ഇത് ചൂണ്ടിക്കാട്ടാൻ ഒരു നിരൂപകൻ തയ്യാറല്ല. എനിക്ക് ഏറ്റവും തമാശ തോന്നിയിട്ടുള്ളത് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച്, ഈ നോവലിനെ കുറിച്ച് ഒരു നിരൂപണം ഞാൻ വായിച്ചു. ഒരു സാഹിത്യ വിമർശകൻ എന്ന് പറയുന്നത്, എനിക്കറിയില്ല വിമർശനമാണെന്ന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ വായിച്ചപ്പോഴും എന്താണോ സന്തോഷകുമാർ ഉദ്ദേശിച്ചത് അത് ആ കാര്യം അദ്ദേഹം തന്നെ ഈ പറഞ്ഞ പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതിൽ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ഒരു പുതിയ വീക്ഷണമില്ല, ആർക്കും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതി വെക്കലാണ് സാഹിത്യ വിമർശനം എന്ന് നമ്മൾ ധരിച്ചു പോയിരിക്കുന്നു. എഴുത്തുകാരൻ പച്ചയായി പറഞ്ഞ കാര്യങ്ങൾ അതിനേക്കാൾ വിശദമായിട്ട് പറയുന്നതല്ല വിമർശനം. എഴുത്തുകാരൻ പറയാത്ത കാര്യങ്ങൾ, എഴുത്തുകാരൻ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങൾ, പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഒതുക്കി വെച്ച കാര്യങ്ങൾ, ഇതൊക്കെ കണ്ടെത്തി വായിക്കുമ്പോഴാണ് സാഹിത്യ വിമർശനമാവുന്നത്. അത് നടക്കുന്നില്ല ഇവിടെ, ആരുമില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ കോപ്പിയുടെ വിവാദവും ഒക്കെ ഉണ്ടാവുന്നത്, സാഹിത്യത്തിൻ്റെ നിലവാരം കുറഞ്ഞു പോകുന്നത്.